ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം, വണക്കം. നമ്മുടെ ഉപ്പും മുളകും സീരിയലിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് അധികമാരും ഉണ്ടാകില്ല. നമ്മുടെ മലയാളം ടെലിവിഷൻ രംഗത്ത് സീരിയൽ പോലെ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് നമ്മുടെ ഉപ്പും മുളകും. ധാരാളം പേര് ഈ സീരിയൽ കാണാറുണ്ട്. പക്ഷേ 2 മാസം മുമ്പ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവുകയും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയും വൈറലാവുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങളിൽ പലർക്കും അറിയാം. ഇതേ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടി വന്നിട്ട് അതേ സീരിയലിലുള്ള 2 വ്യക്തികൾക്കെതിരെ വന്നിട്ട് ചൂഷണമായിട്ട് അനുബന്ധിച്ചിട്ട് അവർക്ക് പീഡനം നേരിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു കേസൊക്കെ കൊടുക്കുകയുണ്ടായി. അത് ആ വ്യക്തികളുടെ പേരൊന്നും ഇവർ പറഞ്ഞില്ലെങ്കിലും സംശയത്തിൻ്റെ കണ്ണുകൾ നീണ്ടത് അതേ പരമ്പരയിൽ തന്നെ ബിജു സോപാനവും ശ്രീകുമാറും ഇവർ 2 പേരും ആയിരുന്നു. അവരും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമായിട്ടോ വീഡിയോ ആയിട്ടോ ഒന്നും വന്നില്ലെങ്കിലും ഇപ്പോൾ പൊതുവെ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ധാരാളം വ്യാജ കേസുകൾ ഇതുപോലെ വരുന്നുണ്ട്. ഇതെങ്ങനെ എന്ത് രീതിയിലുള്ളൊരു പ്രശ്നമാണെന്നുള്ളത് ഇതുവരെയും അറിയില്ല. അതൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചാൽ അതെന്താണെന്നുള്ളത് തെളിയിച്ചാൽ മാത്രമേ ഇത് വ്യാജമാണോ എന്താ പ്രശ്നം എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ പൊതുവേ ഒരാളോട് ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പലരും ചെയ്യുന്നത് നേരെ ചെന്നു ആ വ്യക്തിക്കെതിരെ ഒരു കേസ് കൊടുത്തു, അങ്ങനെ അവരെ ഒരു ബുദ്ധിമുട്ടിലാക്കിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സ്ഥിരം നടക്കാറുള്ളത്. അപ്പോൾ ഈ ഉപ്പും മുളകും സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഈ സീരിയലിലെ ശ്രീകുമാറിൻ്റെ ഭാര്യയായ സ്നേഹ ശ്രീകുമാറും സ്വന്തം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹയെ പുറത്ത് വരയ്ക്കും സ്നേഹയ്ക്ക് തൻ്റെ ഭർത്താവിനോട് 100% വിശ്വാസം ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവിനെ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഭാര്യയുടെ കടമ. അപ്പോൾ സ്നേഹ വന്നിട്ട് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്നേഹ ശ്രീകുമാറും ഒത്തിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഈ വിഷയത്തിനെ കുറിച്ചിട്ട് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തിടെ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് സ്നേഹയും ശ്രീകുമാറും തമ്മിലുള്ളൊരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ കാണാനിടയായി. അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാണ്. എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരിക്കും, ഒരു 2 മാസം മുമ്പൊക്കെ എൻ്റെ സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലുമൊക്കെ, ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത്. സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗികാതിക്രമം എന്ന് പറയുന്ന ഒരു സംഗതിയെ സ്ത്രീക്കെതിരെ വന്നു. അങ്ങനെ പരാതി പോലും വന്നിട്ടില്ല. പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത്. ഇന്നും ഇപ്പം ഞാൻ പറയുന്നു, എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക്. ഒന്ന് ആലോചിച്ചാൽ ഇങ്ങനെ വ്യാജമായിട്ട് പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം ഇതിലെ സത്യാവസ്ഥ മനസ്സിലാകുന്നൊരു ഘട്ടം വരുമ്പോഴേക്കും പരാതി കൊടുക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ടാകും. പലരുടെയും അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരാൾ പരാതി കൊടുക്കുമ്പോഴേക്ക് അത് വ്യാജമാണെങ്കിൽ പരാതി കൊടുക്കുന്ന ആൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും അതുപോലെ അത് സത്യസന്ധമായിട്ടുള്ള പരാതിയാണെങ്കിൽ പരാതിക്കാരന് നീതി ലഭിക്കുകയും വേണം എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് രണ്ടും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഒരുപാട് കേൾക്കാനിടയാവുന്നത്. നിയമങ്ങൾ 2 രീതിയിൽ ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പം ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എന്താ പറയാ തിരക്കുകൾ ഇവരുണ്ടാക്കി കൊടുക്കല്ലേ ഈ വ്യാജ പരാതി കൂടിയിട്ട്. അവരിതിന്റെ പണിയെടുക്കണ്ടേ? ഇത് ഞാൻ സമയം കൊടുക്കുന്നില്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോ എന്തായാലും ഞാൻ ശ്രീയുടെ അടുത്ത് ഞങ്ങൾ 2 പേരും പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് 100% കള്ളപ്പരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, ഈ പറയുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല.
അതിന് എല്ലാ സപ്പോർട്ടോടും കൂടി തന്നെ നിങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് 100%. അതെ, നമ്മളെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഒറ്റ ബലത്തിലാണ് നമ്മൾ ഇപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ ഇത് അറ്റം വരെ പോകാൻ പറ്റുമോ അതുവരെ ഞങ്ങള് പോകും. കാര്യം ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്. അല്ല, വിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മളുടെ അടുത്ത് പല ആൾക്കാരും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ വന്ന് പറയുന്നില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നില്ല. സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന ഇപ്പോൾ ഈ ബിജുവിനാണെങ്കിലും ശ്രീകുമാറിനാണെങ്കിലും അവർക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നത് ഒരു പക്ഷേ വ്യാജമാണെങ്കിലും ഈ പരാതി വന്നതിന് ശേഷം അവരുടെ റെപ്യൂട്ടേഷനെ അത് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അവർക്കൊരു ഡീഫെയിം കിട്ടിയതുപോലെയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ അവരെ മോശപ്പെട്ട കണ്ണോടുകൂടി കാണുകയും ചെയ്യുന്നു. ഒരു കാലത്ത് ഇത് സത്യമല്ല എന്ന് തെളിയുമ്പോഴേക്കും അപ്പോഴേക്കും ഇവരുടെ റെപ്യൂട്ടേഷന് വല്ലാത്ത രീതിയിൽ ഒരു ഡാമേജ് വന്ന് കാണും. സാധാരണ അങ്ങനെ അത് സത്യാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരിലെ കുറ്റം വന്നിട്ട് സത്യമല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ വാർത്തകളൊന്നും വൈറലായിട്ടൊന്നും വന്ന് കാണാറില്ല. പക്ഷേ എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു പരാതി വന്നാൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് അതിൽ ന്യായമായിട്ടുള്ള ആരുടെ ഭാഗമാണെന്നും പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് സാധാരണ ഇങ്ങനെ രണ്ടു പേർക്കെതിരെ ഒരു വ്യാജ പരാതിയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൊടുക്കാനായിട്ട് സാധിക്കുമോ, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് നടന്നത്, എന്താണ് സത്യം എന്നൊന്നും നമ്മൾക്ക് ഇതുവരെ അറിയില്ല. എന്തു തന്നെയാലും ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പുറത്ത് വരുന്നത് എന്ന് കാത്തു നിൽക്കുകയേ തരമുള്ളൂ. ഇതിനോടനുബന്ധിച്ചിട്ട് കുറേ വാർത്തകൾ, ഒരുപാട് വീഡിയോസും പോസ്റ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും ഇപ്പോൾ ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും, സീരിയൽ ഫീൽഡാണെങ്കിലും സിനിമ ഫീൽഡാണെങ്കിലും അതുപോലെ തന്നെ ജോലി സ്ഥലത്തൊക്കെ ആയാലും ഇതുപോലെ പല ആരോപണങ്ങളും ഈ ചൂഷണപ്പെടുത്തുന്ന സ്ത്രീകൾക്ക് ചൂഷണം നേരിടേണ്ടി വരുന്നതും വ്യാജമായിട്ടുള്ളതും യഥാർത്ഥമായിട്ടുള്ളതും ഒക്കെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. എന്നാലും സ്നേഹ ശ്രീകുമാറാണെങ്കിൽ തീർത്തും കട്ട സപ്പോർട്ടാണ്. സ്വന്തം ഭർത്താവിനെതിരെ ഇങ്ങനെയൊരു വ്യാജ വാർത്ത വന്നതിൽ പുള്ളിക്കാരിക്ക് നല്ല വിഷമമുള്ളതുപോലെയാണ് കണ്ടാൽ മനസ്സിലാകുന്നത്. ഇത് ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ ഒരുപാട് വ്യക്തികളുണ്ടാകും, ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിയുന്നവരും ഉണ്ടാകും. നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, ഈ പറയുന്നത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അത് ആത്മാർത്ഥമായിട്ട് കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ വേറെയും പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.